ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. മോൾക്ക് ചായ എടുക്കട്ടെ? എന്ത് ഗ്ലാസ്സിലേക്ക് ചായ പകരുന്നതിനിടയിൽ ആരിവിനോടായി ചോദിച്ചു. എനിക്കിപ്പോൾ വേണ്ട. എന്നാ മോളിത് മാഹിക്കുട്ടിന് കൊണ്ടു കൊടുക്ക്, അവൻ എണീറ്റുണ്ടാകും. എന്തൊരു ചായ ഗ്ലാസ് എടുത്ത് ആരിവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. മോളുള്ളതുകൊണ്ട് എനിക്ക് ഞാൻ പാടി കയറി പോകണ്ട. സീത ആശ്വാസത്തോടെ കാൽമുട്ട് തടവിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ഇന്ദൊന്ന് ചിരിച്ചു. ചെല്ലു മോളെ, ചായ തണുക്കും. മടിച്ചു നിൽക്കുന്ന ആരവിന് ഇന്ദു മുകളിലേക്ക് പറഞ്ഞു വിട്ടു. താല്പര്യമില്ലാതെയാണ് ആരും മാഹിക്കുള്ള ചായയുമായിട്ട് മുകളിലേക്ക് പോയത്. റൂമിലെത്തി ആര് ബെഡിലേക്ക് നോക്കിയതും അവിടെ മഹിയെ കാണാതെ വന്നതും ആരുവിനെ നെറ്റിച്ചുളിഞ്ഞു. ആര് ചായ ഗ്ലാസ് ടേബിളിൽ വെക്കാൻ വേണ്ടി അതിൻ്റെ അരികിലേക്ക് നടക്കുമ്പോഴാണ് മഹി ഒരു ടവലും കൊടുത്ത് മറ്റൊരു തോർത്തുകൊണ്ട് തലയും തുവർത്തി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. മഹി ആ വേഷത്തിൽ കണ്ടത് ആര് വേഗം തിരിഞ്ഞു നിന്നു. ആരുവിൻ്റെ ആ പ്രവൃത്തി കണ്ട് മഹി ഒന്ന് പുച്ഛിച്ച് തോർത്ത് സ്റ്റാൻഡിൽ വിരിച്ചിട്ട് ഷെൽഫിൽ നിന്നൊരു മുണ്ടെടുത്ത് കൊടുത്ത് ഉടുത്തിരുന്ന ടവൽ സ്റ്റാൻഡിലിട്ട് ആരുവിൻ്റെ അടുത്തേക്ക് പോയി. പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആരുവിൻ്റെ ചെവിയിലേക്ക് ഊതിയതും വിറച്ചിപ്പോയി ആരു പെട്ടെന്ന് തിരിഞ്ഞതും മഹിയുടെ നെഞ്ചിൽ തലയിടിച്ച് നിന്നു. എന്താടോ തനിക്ക് കണ്ടുകൂടെ? മഹിയിൽ നിന്ന് രണ്ടടി പിറകിലേക്ക് വെച്ച് ആരും അവന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താണ് ഭാര്യ, ഉത്തമയായ ഭാര്യയാകാനുള്ള ശ്രമത്തിലാണോ? എന്നാൽ എനിക്ക് ഈ ചായ വേണ്ട, ഇതാ സ്ത്രീ ഉണ്ടാക്കിയതാവും. ആരുവിൻ്റെ ചോദ്യം പാടെ അവഗണിച്ച് മഹി അവളുടെ കയ്യിലുള്ള ചായ ഗ്ലാസ് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവസാനത്തെ വാചകം പറയുമ്പോൾ ഇന്ദുവിനെ ഓർത്ത് മഹിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ താൻ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും എനിക്കൊരു ചുക്കില്ല. ഈ ചായ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു, അവരെതിർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് കൊണ്ടുവന്ന് തന്നു, അത്രേ ഉള്ളൂ. ആര് ചായ ഗ്ലാസ് ടേബിളിൽ വെച്ച് മഹിയോട് തിരിച്ച് പൂച്ചത്തിൽ പറഞ്ഞതും മഹി അവളെ രൂക്ഷമായി നോക്കി. മഹിയുടെ നോട്ടത്തെ അവഗണിച്ച് ആര് പുറത്തേക്ക് പോകാൻ നിന്നതും അതിനു മുമ്പായി മഹി ആരുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ നെഞ്ചിലേക്കിട്ട് അവളെ വരിഞ്ഞു മുറുക്കി. പെട്ടെന്ന് തൻ്റെ ദേഹം മഹിയുടെ നഗ്നമായ നെഞ്ചിൽ ചേർന്നതും ആരും ഒന്ന് വിറച്ചുപോയി. എന്താടി ഇത്? മഹി ടേബിളിൽ ആരും ഇന്നലെ അലക്ഷ്യമായിട്ട് പോയ ആഭരണം കാണിച്ചു കൊടുത്ത് അവളോട് ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. കണ്ടിട്ടെന്താ, മനസ്സിലായില്ലേ? ആരും മഹിയുടെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ട് ചോദിച്ചു. ആരുവിനെ തറുതല കേട്ട് മഹിക്ക് പൊട്ടി വന്ന ദേഷ്യം മടക്കി നിർത്തി. അതെനിക്ക് മനസ്സിലായി, ഇതെന്താ ഇങ്ങനെ ഇട്ട് പോയതെന്ന്. എനിക്കാരുടെയും ഔദാര്യം വേണ്ടാത്തതുകൊണ്ട് മാത്രമല്ല, അർഹതയില്ലാത്ത മുതൽ ഞാൻ ആഗ്രഹിക്കാറില്ല. മഹിയെ നോക്കി പുച്ഛം വാരി വിതറിക്കൊണ്ട് ആരു പറഞ്ഞു. മഹിയുടെ കൈകൾ അയക്കാൻ നോക്കിയതും ദേഷ്യം വന്ന മഹി ആരുവിനെ ഭിത്തിയോട് ചേർത്ത് വെച്ച് അവളിലേക്ക് അമർന്ന് ഞൊടിയുടെ നേരം കൊണ്ട് ആരുവിൻ്റെ ചെഞ്ചുണ്ടുകൾ കടിച്ചെടുത്ത് വായിലാക്കി നുണഞ്ഞു വിട്ടു. ദേഷ്യം കൊണ്ട് വീർത്ത് അവളുടെ കവളിൽ മഹി തൻ്റെ ദന്തങ്ങളായെത്തി. ആ മഹിയുടെ പല്ലുകൾ കവളിൽ നൽകിയ വേദനയിൽ ആരും അറിയാതെ ഒച്ച വെച്ചതും മഹി കടിച്ചെടുത്തായി ചുണ്ടുകൾ ചേർത്തതും ആരും മഹിയെ തള്ളിമാറ്റി ദേഷ്യത്തിൽ ചുണ്ട് തുടച്ച് റൂമിന് വെളിയിലേക്ക് നടന്നു. ഡേ, ഇതെടുത്തോണ്ട് പോടി, ഇനി ഇത് കൊണ്ടുപോകാൻ നിന്റെ ചത്തുപോയ തന്ത വരുമോ? പുറത്തേക്ക് പോകാൻ ഒരുങ്ങി ആരുവിനെ നോക്കി മഹി വിളിച്ചു പറഞ്ഞതും അവൾ മഹിയൊന്ന് രൂക്ഷമായി നോക്കി ചവിട്ടി കുലുക്കി വന്ന് ചായ ഗ്ലാസും എടുത്ത് പോയതും അവൾ പോയ വഴിയെ നോക്കി ഒന്ന് പുച്ഛിച്ച് വിട്ട് മഹി തൻ്റെ അതിരങ്ങൾ തലോടി ടേബിളിലിരുന്ന ഗോൾഡ് എടുത്ത് ബോക്സിലാക്കി ഭദ്രമായി ഷെൽഫിൽ വെച്ച് പൂട്ടി. താഴേക്ക് വരുന്ന ആരുവിൻ്റെ കയ്യിലെ ചായ ഗ്ലാസ് കണ്ടതും ഇന്ദുവിൻ്റെ മുഖം മങ്ങി. പതിവ് പോലെ ഇന്നും മഹി കുടിച്ചില്ലെന്ന് കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ കയ്യിലെ ഗ്ലാസ് നോക്കി കണ്ണു നിറയ്ക്കുന്ന ഇന്ദുവിനെ കണ്ട് ആരുവിനെ നെറ്റിച്ചുളിഞ്ഞു. എന്താ അമ്മേ, എന്തിനാ കണ്ണു നിറക്കുന്നത്? ആര് ഇന്ദുവിനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. ഒന്നുമില്ല മോളെ, കണ്ണിൽ പൊടി പോയതാ. ആരുവിൻ്റെ മുഖത്ത് നോക്കാതെ അതും പറഞ്ഞ് എന്ത് വേഗം നിറഞ്ഞ കണ്ണുകൾ നേരിയതിൻ്റെ തലയിലൊപ്പി. മഹിക്കുട്ടൻ കുടിച്ചില്ലല്ലേ മോളെ? നിർവികാരതയോടെ ഇന്ദു ആരുവിനോട് ചോദിച്ചു. ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു. ആ പടി കയറി ഇറങ്ങിയതുകൊണ്ട് നല്ല ദാഹം, അതുകൊണ്ട് ഇത് ഞാൻ കുടിക്കുകയാണേ. ഇന്ദുവിൻ്റെ മുഖം കണ്ട് ആരുവിന് അങ്ങനെ പറയാനാണ് തോന്നിയത്. ആരും ഒറ്റവലിക്ക് ചായ മുഴുവൻ കുടിച്ചു. ആരുവിൻ്റെ പ്രവൃത്തി കണ്ട് ഇന്ദു ചിരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സൂര്യൻ വന്നതും ഇന്ദുവും സീതയും എല്ലാം ടേബിളിലേക്ക് എടുത്തു വെക്കാൻ തുടങ്ങിയതും ആരും അവരുടെ ഒപ്പം കൂടി. എല്ലാവരും ഒപ്പിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മഹി മാത്രം വന്നില്ല. ആരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മഹിയെ വിളിച്ചതുമില്ലെന്ന് ആരും ശ്രദ്ധിച്ചു. പെട്ടെന്നാണ് അവൾക്ക് കുറച്ചു മുമ്പേ മഹി വീട്ടിൽ നിന്നും ഒന്നും കഴിക്കാറില്ലെന്ന് സീത പറഞ്ഞത് ഓർമ്മ വന്നത്. അതെന്താ അങ്ങനെയെന്ന് ആരുവിന് ചോദിക്കണമെന്നുണ്ടെങ്കിലും തന്നെ ബാധിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ആരും അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയില്ല. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എണീറ്റപ്പോഴാണ് മഹി പുറത്തേക്ക് പോകാൻ റെഡിയായി ഗോവണി ഇറങ്ങി വരുന്നത് ഇന്ദു കാണുന്നത്. അവനെ കണ്ട ഉടനെ തന്നെ ഇന്ദു കിച്ചണിലേക്ക് പോയി സീതയോട് കാര്യം പറഞ്ഞു. മഹിക്കുട്ടാ,
സീതയുടെ വിളി കേട്ടതും മഹി നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. എന്താ മോൻ എങ്ങോട്ട് പോവാ? എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം. എന്താ അപ്പച്ചി? അത് പിന്നെ മോനെ, മോൾക്ക് മാരെടുക്കാൻ ഡ്രസ്സൊന്നുമില്ല. നീ അവളെയും കൂട്ടി പോയി അതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്ക്. ആ ശരി അപ്പച്ചി, അവളോട് വേഗം റെഡിയായി വരാൻ പറ. സീത പറഞ്ഞത് കേട്ട് മഹി ഇത്തിരി നേരം എന്തോ ആലോചിച്ച് നിന്ന് പിന്നെ സീതയോട് അതും പറഞ്ഞ് സ്വീകരണ മുറിയിലെ സെറ്റിയിൽ പോയിരുന്നതും സീത വേഗം ആരുവിനെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കാൻ വിട്ടു. മഹി സോപാനത്തിൽ ഫോണും നോക്കിയിരിക്കുമ്പോഴാണ് സൂര്യൻ മഹിക്ക് അടുത്തേക്ക് വന്നത്. എന്താ? സൂര്യന്റെ വിളി കേട്ടത് മഹി ഫോണിൽ നിന്ന് തലയുയർത്തി സൂര്യനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. നിന്റെ ഉദ്ദേശം എന്താ മഹി? ഏതെങ്കിലും കുടിച്ച് പാതിരാത്രി നീ ഈ വീട്ടിലേക്ക് കയറി വന്നത്? നിന്റെ ഈ തെമ്മാടി സ്വഭാവം നിർത്താനായില്ലേ മഹി നിനക്ക്? നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല, നീ കെട്ടിക്കൊണ്ടുവന്നൊരു പെൺകുട്ടിയുണ്ട് ഈ വീട്ടിൽ. അത് നീ മറക്കണ്ട. അവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നോക്കാൻ എനിക്കറിയാം. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട, അതിനാർക്കും അധികാരമില്ല. സൂര്യൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മഹി ദേഷ്യത്തിൽ പറഞ്ഞു. അധികാരമില്ലെന്നോ? ഞാൻ നിന്റെ അച്ഛനാ മഹി, അത് നീ മറക്കരുത്. മഹി പറഞ്ഞത് കേട്ട് സൂര്യൻ ദേഷ്യത്തിൽ പറഞ്ഞു. അച്ഛമ്മ എന്തൊക്കെ ഞാൻ പണ്ടേ അവസാനിപ്പിച്ചതാ. അത് നിങ്ങൾ കാരണം ഒന്നും ഞാൻ മറന്നിട്ടില്ല, ഇനി മറക്കുകയില്ല. പിന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പണ്ടേ മരിച്ചു. ഈ യക്ഷിത് മഹാദേവൻ അനാഥനാ, എനിക്കാരുമില്ല. ഇനി ആ പഴയ ബന്ധവും പറഞ്ഞാലും വരികയും വേണ്ട. ദേശത്തിൽ അത്രയും പറഞ്ഞ് മഹി ഗോപണിൻ്റെ അടുത്തായി ഒന്നും മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്ന ആരുവിൻ്റെ അടുത്തേക്ക് പോയി അവളുടെ കയ്യും പിടിച്ച് ദേഷ്യത്തിൽ പുറത്തേക്ക് നടന്നു. ആരുവിനെ ബലമായി താറിൻ്റെ കോ ഡ്രൈവ് സീറ്റിലെത്തി മഹി ഡ്രൈവ് സീറ്റിലേക്ക് ഇരുന്ന് ദേഷ്യത്തിൽ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോയി. മഹി പറഞ്ഞത് കേട്ടിട്ട് നിറകണ്ണുകളോട് അകന്നു പോകുന്ന അവൻ്റെ വണ്ടിയെ നോക്കി നിൽക്കുമ്പോൾ സൂര്യൻ്റെ ഉള്ളു നിറയെ തന്നെ കെട്ടിപ്പിടിച്ച് യാചിച്ച് കരയുന്ന ആ 13 വയസ്സുകാരൻ മഹിയുടെ മുഖമായിരുന്നു. തൻ്റെ മുഖത്തേക്കാരോ വെള്ളമൊഴിച്ചതും തൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ തറയിൽ എണീറ്റിരുന്ന് ശ്രേയെ കാണുന്നത് ജഗ്ഗു പിടിച്ചു നിൽക്കുന്ന ദേവനെയാണ്. എന്ത് പണിയാ തെറ്റേ കാണിച്ചേ? പൊട്ടി വന്ന ദേഷ്യം അടക്കി നിർത്തിയ ശ്രേയ ദേവനോട് ചോദിച്ചു. ചേലക്കാതെ എണീറ്റ് പോടി, ഉച്ചവരെ കിടന്നുറങ്ങാനേ ഇത് നിന്റെ വീടല്ല. നാളെ മുതൽ നേരത്തെ എണീറ്റോളണം. ശ്രേയോടായ ശബ്ദം കടുപ്പിച്ച് അത്രമാത്രം പറഞ്ഞ് ദേവൻ പുറത്തേക്ക് പോയതും ശ്രേയ ദേഷ്യത്തിൽ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. തല നനച്ച് കുളിക്കാതെ ദേഹം മാത്രം കഴുകി ശ്രേയ ഡ്രസ്സ് മാറ്റി താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക പോലും ചെയ്യാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരെ കണ്ട് ശ്രേയയുടെ മുഖം തീർത്തു. ഇത്രയും നേരമായിട്ടും എണീറ്റ് വരാത്തത് കൊണ്ട് ദേവന്റെ അമ്മ ഊർമിളക്ക് ശ്രേയയോട് ചെറുതായ നീരസം തോന്നിയിരുന്നു. നേരം വൈകി എണീറ്റൊന്ന് കുളിക്ക പോലും ചെയ്യാതെ വരുന്ന ശ്രേയയെ കണ്ട് അവരുടെ മുഖം ഇരുണ്ടു. ഗുഡ് മോർണിംഗ്. ശ്രേയ അവരെല്ലാവരെയും നോക്കി വിഷ് ചെയ്ത് ദേവനടുത്തുള്ള ചെയറിലിരുന്നു. താൻ വിഷ് ചെയ്തിട്ടും തിരിച്ചാരും വിഷ് ചെയ്യാത്തത് കണ്ട് ശ്രേയ അവിടേക്കുള്ള അമർഷം പല്ല് കടിച്ച് തീർത്തു. അയ്യോ, പൊട്ടും കടലിയാണോ? എനിക്കിതൊന്നും പറ്റില്ല. വേറൊന്നും ഉണ്ടാകിയില്ലേ? കാസ്ട്രോൾ തുറന്നു നോക്കിയതും മിസ്റ്റേക്കേടോടെ മുഖം ചുളിച്ച് ശ്രേയ ഉറുമിളയോട് ചോദിച്ചു. ഞാനിതേ ഉണ്ടാക്കിയുള്ളൂ, കുട്ടിക്ക് പറ്റാത്ത കാര്യം എനിക്കറിയില്ല. ഊർമിള കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. ഇവിടെ സർവൻ്റ് ഒന്നില്ലേ? ഇല്ല. ഊർമിളയുടെ മറുപടി കേട്ട് ദേഷ്യം വന്ന ശ്രേയ എഴുന്നേറ്റു. നീ എങ്ങോട്ടാ? അതുവരെ മിണ്ടാതിരുന്ന ദേവൻ ശ്രേയ എണീറ്റതും അവളോടായി ചോദിച്ചു. എനിക്കിത് വേണ്ട. അതെന്താ? ഈ നിന്നെ പിടിച്ച് മുണുങ്ങോ? മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കഴികടി, ഇല്ലെങ്കിൽ ഇന്ന് നിനക്ക് ഈ വീട്ടിൽ പച്ച വെള്ളം പോലും കിട്ടില്ല. ദേവൻ കടുപ്പിച്ച് പറഞ്ഞതും ശ്രേയ പിന്നെ വേറെ നിവർത്തിയില്ലാതെ അവിടെ ഇരുന്ന് കാസ്ട്രോളിൽ നിന്നും ഒരു കഷ്ണം പുട്ടെടുത്ത് പ്ലേറ്റിലാക്കി കറി പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി. ഇത് മുഴുവൻ കഴിച്ചിട്ട് ഇവിടുന്ന് എഴുന്നേറ്റാൽ മതി. അത് പറഞ്ഞ് ദേവൻ കഴിച്ചെണീറ്റ് പോയതും ശ്രേയ തൻ്റെ ദേഷ്യമെല്ലാം പല്ലിൽ കടിച്ചു തീർത്തു. ഇവിടെ തിന്ന പാത്രം കഴുകാൻ ആരും വരില്ല. ശ്രേയ കഴിച്ച പാത്രം എടുക്കാതെ പോകുന്നത് കണ്ട് അതിഷ്ടപ്പെടാതെ ഊർമിള ശ്രേയയോട് പറഞ്ഞതും അവൾ പാത്രവും എടുത്ത് ചവിട്ടി കുലുക്കി ചില്ലേക്ക് പോയി. ഏതായാലും കഴുകിയല്ലേ, ഇതും കൂടെ കഴുകി വെച്ചേക്ക്. ഊർമിള കുറച്ച് പാത്രങ്ങൾ കൊണ്ടുവന്ന് സിങ്കിലിട്ട് കൊണ്ട് പറഞ്ഞു. ഞാൻ ഇതുപോലെയുള്ള ജോലികളൊന്നും ചെയ്യാറില്ല. ഊർമിള പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ശ്രേയ പറഞ്ഞു. ഇവിടെ അങ്ങനെ മേലനങ്ങാതിരിക്കാൻ പറ്റില്ല. ഞാൻ ജോലി ചെയ്യുമ്പോൾ നീ എൻ്റെ കൂടെ സഹായത്തിന് നിന്നേ പറ്റൂ. ഊർമിള കടുപ്പിച്ച് പറഞ്ഞത് കേട്ട് ശ്രേയയ്ക്ക് എതിർത്ത് പറയാൻ തോന്നിയെങ്കിലും മാലതി പറഞ്ഞതൊക്കെ ഓർത്ത് അവൾ പൊട്ടി വന്ന് ദേഷ്യം ഉള്ളിലടക്കി നിർത്തി. മഹി തൻ്റെ ദേഷ്യം മുഴുവൻ വണ്ടി ഓടിച്ച് തീർത്തു. ആരും മഹിയുടെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖം കണ്ട് ഒന്നും പറയാതെ വാടക സീറ്റിൽ പതുങ്ങിയിരുന്നു. എന്നാലും മഹി എന്തിനാകും അങ്ങനെയൊക്കെ അച്ഛനോട് പറഞ്ഞതെന്ന് സംശയം ആരുവിൻ്റെ ഉള്ളിൽ തലപൊക്കി. മഹി ആരുവിനെയും കൊണ്ട് നേരെ പോയത് ചെന്തോത്തുകാട് തന്നെ മാളിലേക്കായിരുന്നു.
പാർക്കിംഗ് ഏരിയയിൽ താറ് നിർത്തി മഹി പുറത്തേക്ക് ഇറങ്ങി. ആര്യയിരുന്ന ഭാഗത്തെ ഡോറ് തുറന്ന് പുറത്തിറക്കി മഹി ആരുവിൻ്റെ കൈ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. വിട്, ഞാൻ തനിയെ നടന്നോളാം. മഹി തൻ്റെ കൈ പിടിച്ച് നടക്കുന്നത് ഇഷ്ടപ്പെടാതെ ആരും മഹിയുടെ കൈക്കുള്ളിൽ നിന്നും തൻ്റെ കൈ വേർപ്പെടുത്താൻ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് മഹി ആരുവിനെ രൂക്ഷമായി നോക്കിയതും പിന്നെ ആരും എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ മഹിയുടെ കൂടെ പോയി. എന്താടി? മഹി എക്സിലേറ്ററിൻ്റെ അടുത്തെത്തിയതും പെട്ടെന്ന് ആരും നടത്തം നിർത്തിയതും മഹി ആരുവിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ പോക്കോ, ഞാൻ ലിഫ്റ്റിൽ വന്നോളാം. ആര് മഹിയോടായി പറഞ്ഞ് അവൻ്റെ കൈ പിടിക്കാൻ നോക്കിയതും മഹി വേഗം കൈ അയച്ചതും ആര് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അതിനു മുമ്പായി മഹി ആരുവിൻ്റെ വായിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി അവളെയും പൊക്കിയെടുത്ത് എക്സിലേക്ക് കയറിയതും ആര് മഹിയുടെ ഷർട്ടിൽ പേടിയോടെ മുറുകെ തൊരുത്ത് പിടിച്ചു. അവിടേക്ക് വേറെയും കുറേ ആളുകളുണ്ടെങ്കിലും അവരെല്ലാം അവരുടേതായ ലോകത്തായതുകൊണ്ട് ഇവരെ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. വിടന്നെ! മഹി ആരുവിനെ എക്സലേറ്ററിൽ നിർത്തിയതും സാരിക്കടയിലൂടെ നഗ്നമായ വയറിൽ പതിഞ്ഞ മഹിയുടെ കൈകൾ എടുത്തു മാറ്റാൻ നോക്കിക്കൊണ്ട് ആര് പറഞ്ഞു, മിണ്ടാ നിക്കടി, ഇല്ലെങ്കിൽ നിന്റെ ഈ വീർപ്പിച്ചു വെച്ച കാവട് ഞാൻ കടിച്ചെടുക്കും. ആരുവിൻ്റെ പൊക്കിൽ ചുഴിയിൽ ചൂണ്ടുവിരലാഴ്ത്തിക്കൊണ്ട് മഹി പറഞ്ഞതും ആരും മഹിയെ ദേഷ്യത്തിൽ നോക്കി. മഹിയുടെ ബലിഷ്ഠമായ കൈകൾ തൻ്റെ വയറിൽ മുറുക്കിയും തലോടിയും കുസൃതി കാട്ടി നടക്കും തോറും ആരുവിൻ്റെ ഉള്ളിൽ മഹിയോടുള്ള ദേഷ്യവും വെറുപ്പും കൂടി വന്നു. മഹി ആരുവിനെയും കൊണ്ട് പോയത് ലേഡീസ് വെയർ ഷോപ്പിലേക്കായിരുന്നു. വേണ്ടത് എന്താന്ന് വെച്ചാൽ പോയി എടുക്കടി. മഹി ആരുവിനോട് പറഞ്ഞതും അവളവനെ മൈൻഡ് ചെയ്യാതെ മുഖം വീർപ്പിച്ച് നിന്നു. ഡേയ്, നിന്നോടാ പറഞ്ഞത്, എനിക്ക് തൻ്റെ ഔദാര്യമൊന്നും വേണ്ട. മഹി പറഞ്ഞത് കേട്ട് ആരു ദേഷ്യത്തിൽ പറഞ്ഞ് ശരിക്കും അവൾക്ക് അവൻ്റെ സഹായം സ്വീകരിക്കേണ്ടി വന്നതിൽ നല്ല അമർഷമുണ്ടായിരുന്നു. ആരുവിൻ്റെ വീർത്ത മുഖം കണ്ട് മഹി ആരുവിൻ്റെ കൈ പിടിച്ച് സെയിൽസ് സ്കെയിലിൻ്റെ അടുത്തേക്ക് നടന്ന് വേണ്ട ഡ്രസ്സെല്ലാം പറഞ്ഞു. എല്ലാം മഹി തന്നെയായിരുന്നു സെലക്ട് ചെയ്തത്. ആരതിനൊന്നും താല്പര്യമില്ലാതെ നിന്നു. സാരിയും സ്കാർട്ടും ടോപ്പും അങ്ങനെ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴാണ് സെയിൽസ് സ്കെയിൽ ആരുവിനോട് ഇന്നർ എടുക്കാൻ വേണ്ടി അളവ് ചോദിച്ചത്. 32 എടുത്തോ. പെട്ടെന്ന് സെയിൽസ് സ്കെയിലിൻ്റെ ചോദ്യം കേട്ടതും ആരും ഒന്ന് പകച്ചു. അപ്പോഴേക്കും ആരുവിൻ്റെ കറക്റ്റ് അളവ് മഹി പറഞ്ഞു കൊടുത്തതും ആരുവിന് സെയിൽസ് സ്കെയിലിൻ്റെ മുഖത്ത് നോക്കാൻ വല്ലാത്ത ചമ്മല് തോന്നി. പക്ഷേ അവരൊരു ഭാവമാറ്റമില്ലാതെ തൻ്റെ ജോലി ചെയ്യുന്നത് കണ്ട് ആരുവിന് ആശ്വാസം തോന്നി. ഒപ്പം സാരിയുടെ നെഞ്ചിൽ പീറ്റി ശരിയാക്കിക്കൊണ്ട് ആരും മഹി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവനെ രൂക്ഷമായി നോക്കിയതും ആരുവിൻ്റെ നോട്ടം കണ്ട് മഹി അവളെ പുച്ഛിച്ച് വിട്ടു. ഇനിയും താനിങ്ങനെ നിന്നാൽ ഇവരുടെ ഇടയിൽ മഹി കാരണം ചമ്മ നിൽക്കേണ്ടി വരുമെന്ന് മനസ്സിലായതും ആര് വേഗം മഹിയെ മാറ്റി നിർത്തി തനിക്ക് വേണ്ട ഡ്രസ്സും ഫാൻസി ഐറ്റംസും എല്ലാം എടുത്തു. ചെന്തോട്ടുകാട് തന്നെ സ്ഥാപനമായതുകൊണ്ട് ബില്ല് പേ ചെയ്യേണ്ടിയിരുന്നില്ല. എങ്കിലും മഹി എല്ലാത്തിനുമുള്ള ക്യാഷ് കൊടുത്തു. വാങ്ങിയ സാധനങ്ങളെല്ലാം സ്റ്റാഫിനോട് താറിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞ് മഹി ആരുവിനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി.